പ്രിയപ്പെട്ട സഹോദരാ, നീ ചിന്തിക്കണം. കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് നമ്മുടെ ഭാര്യമാര്, സഹോദരിമാർ. അവർ ദീനിയായി വന്നില്ല എങ്കിൽ ഭാവി തലമുറ ചീത്തയാവാൻ കാരണമാണ്, മക്കൾ ദുഷിക്കാനത് കാരണമാണ്, കുടുംബം തകരാനത് കാരണമാണ്. അവരാണ് അയൽവാസി ബന്ധം കെട്ടുറപ്പോടെ കൊണ്ടുപോകേണ്ടത്, അവരാണ് കുടുംബബന്ധം മെച്ചപ്പെടുത്തേണ്ടത്. അതിലെല്ലാം മുഖ്യ പങ്ക് വഹിക്കേണ്ട സഹോദരിമാർ അവര് ദീനിനെ അവഹേളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ മിടുക്ക് കാണിക്കുമ്പോൾ തന്റെ ശരീരം മറയുന്ന ഒരു വസ്ത്രം വാങ്ങിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? തലമറക്കൽ ഇസ്ലാമിൽ വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഹബീബായ നബി തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണമായി പറഞ്ഞ കാര്യം, രണ്ട് വിഭാഗം സഹോദരിമാർ, രണ്ട് വിഭാഗം ആളുകൾ, അവർ നരകത്തിന്റെ അവകാശികളാ. ആ രണ്ട് വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല. ആരാണ് രണ്ട് വിഭാഗക്കാര്? ഒന്നാമതായി കാര്യമില്ലാതെ അന്യായമായി അടിക്കുന്ന ആളുകളാണ്. രണ്ടാമതായി അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവർ ഔറത്ത് മറച്ചിട്ടില്ല, അവർ വസ്ത്രം മറച്ചിട്ടില്ല, ആഡംബരം വെളിവാക്കി നടക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജിന്റെ രാത്രി പോയ സമയത്ത് മുടി ഇങ്ങനെ മേൽപോട്ട് കെട്ടിയിട്ടുകൊണ്ട് അവരെ കാൽക്കാലത്തിലവാ തീക്കട്ടകൾ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്, അവരെ ശരീരം പതച്ചിമറിയുകയാണ്, അവർ ചൂട് സഹിക്കാൻ കഴിയാതെ തുള്ളുകയാണ്. ആ ശിക്ഷയുടെ വിശദാംശം ചോദിച്ചറിയുമ്പോൾ ഹബീബായ ജിബ്രീൽ പരിചയപ്പെടുത്തുന്നത്, നബിയേ, അങ്ങയുടെ ഉമ്മത്തുകളിൽ മുടി വെളിവാക്കുന്ന സഹോദരിമാരാണ്, ഔറത്ത് മറക്കാത്തവരാ. ഹബീബായ നബി തങ്ങൾ തന്റെ കണ്ണുകൊണ്ട് കണ്ടുവന്നിട്ട് നമ്മളോട് പറയാണ്, നേരെ കണ്ണുകൊണ്ട് കണ്ടുവന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട